അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ? വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ കിച്ചണിൽ വന്ന് പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ മലപ്പുറം സ്പെഷ്യൽ ചീയപ്പം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അപ്പാണ് കേട്ടോ. നീർദോശ എന്നൊക്കെ പറയും ചിലർ. അപ്പോൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പച്ചരി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് മാവ് ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടെടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെ അധികം വീടുകളിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേക്കാരം കേട്ടോ. ഈ ഒരു അപ്പം നമ്മളെവിടെയാണ് ചീയപ്പം എന്നൊക്കെ പറയല്, അല്ലെങ്കിൽ നീർദോശ എന്നൊക്കെ പറയും ചില ആൾക്കാർ. ചിലർ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും അതേപോലെ നല്ല ജീരകവും തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ അപ്പം ഉണ്ടാക്കും. ഇതിപ്പോൾ അതൊന്നുമില്ല കേട്ടോ, വെറും പച്ചരി മാത്രം പിന്നെ കുതിർത്തിയിട്ട് ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത് ഉപ്പിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം നമ്മളിവിടുന്ന് വിട്ടാൽ ചില ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരുമോ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ക്ഷമിക്കുക. പിന്നെ ഈ ഒരു അപ്പം നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കട്ടോ. അങ്ങനെ കട്ടില്ലാതെയാണ് ഞാൻ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആർക്കും ഈ ഒരു അപ്പം കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിക്ക് ഏത് കറി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചട്നിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. ചട്നിയും ഇതേപോലുള്ളൊരു അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് പിന്നെ ഒന്നും വേണ്ട കേട്ടോ, രാവിലെ വയറ് നിറച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിരുന്നല്ലോ. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരിയും തന്നെ കഴുകുമ്പോൾ പിന്നെ പച്ചവെള്ളത്തിൽ നല്ലോണം ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കും. നമ്മൾ റേഷൻ അരിയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ കഴുകിയിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ചോറ് അവിടെ കടന്നിട്ട് വേവട്ടെ. ഇനി നമുക്ക് അപ്പത്തേക്ക് കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ തേങ്ങ പൊളിച്ചതൊന്നുമില്ല ഇനി കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ട് പൊളിച്ചെടുക്കുകയാണ്. ഈ പാര കിട്ടണതിൻ്റെ മുൻപ് തേങ്ങ പൊളിക്കാനുള്ള ഒരു അതാബ് പറയേണ്ട കേട്ടോ മക്കളെ. ഞാൻ കത്തിയോണ്ട് തേങ്ങ പൊളിച്ചിനെന്ന് എനിക്ക് ശരിക്കും തേങ്ങ പൊളിക്കാൻ തന്നെ കഴിയൂല. കത്തിയോണ്ട് എത്ര വെട്ടിയാലും തേങ്ങമ്മ തട്ടൂല്ല, പിന്നെ ഈ ചകിരി പോരൂല്ല കേട്ടോ. ഇപ്പോൾ പാര കിട്ടിയപ്പോൾ നല്ല ഈസിയാണ്. പാര ഇപ്പോൾ വാങ്ങിയിട്ട് കുറേ അയക്കണം, എന്നാലും പിന്നെ അന്നത്തെ ഒരു അതാബ് ഇന്നിങ്ങനെ ആലോചിക്കട്ടോ. ഇതിപ്പോൾ പെട്ടെന്നുണ്ടല്ലോ, ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തേങ്ങ പൊളിക്കണ പരിപാടി തീരും. 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തേങ്ങ പൊളിക്കണ പരിപാടി തീരും. പിന്നെ അതിൻ്റെ ആ ഒരു തൊപ്പറിയും കാര്യങ്ങളൊക്കെ അതിമൊന്ന് പറിച്ചിടാനുള്ളൂ കുറച്ച് സമയം എടുക്കുക. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്നു. പിന്നെ അതാ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ വെള്ളം ചിഞ്ചുമോൾ ഗ്ലാസ് കാട്ടി തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ വെള്ളം ചിഞ്ചുമോൾക്ക് കൊടുത്തു. പിന്നെ ഇന്നലെ നല്ല രസമുള്ള ഒരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ചിഞ്ചുമോളൊന്നും നിങ്ങൾക്ക് പിന്നെ കിച്ചണിലൊന്നും പിന്നെ പണിയൊന്നും എടുത്ത് തരൂലേ, ഒന്നിനും ഹെൽപ്പ് ചെയ്യൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചിഞ്ചുമോൾ പണിയൊക്കെ എടുത്ത് തരലുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാനായിട്ടാണ്, ഞാൻ കാണിച്ചു തരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഓളിപ്പോൾ അത്യാവശ്യം നേരത്തെ തന്നെ എണീക്കും. പിന്നെ ഇപ്പോൾ പിന്നെ എക്സാമൊക്കെ ആവാനൊക്കെ ആയി തുടങ്ങിയില്ലേ, അപ്പോൾ ഓരോ ചാപ്റ്റർ അങ്ങനെ തീർക്കാണ് കേട്ടോ. അപ്പം നല്ലോണം പഠിക്കണ കുട്ടിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് സുബഹ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം പഠിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ട് വിരിച്ചിടും. അതേപോലെ അകമൊക്കെ അടിച്ചു വാരി പിന്നെ തുടക്കമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 8 മണിയാകുമ്പോഴത്തേനും അവൾക്ക് പോകണം. സ്കൂളില്ലാത്ത ദിവസമേ തുടച്ച് തരുള്ളൂ. പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കലും ഇല്ല കേട്ടോ. കാരണം നമ്മളൊക്കെ ഈ ഒരു പ്രായം കഴിഞ്ഞാണ്ടല്ലേ ഇങ്ങോട്ട് എത്തിയത്. എന്നിട്ട് ഇപ്പോൾ എനിക്കൊന്നും ഒരു ജോലി അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഓരും ചെയ്യുന്നില്ല, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ തീരെ ഒന്നും ഉടുപ്പിക്കലില്ല എന്നല്ല, അത്യാവശ്യമൊക്കെ പറഞ്ഞ് ഉടുപ്പിക്കുകയൊക്കെ ചെയ്യും, ഒരു ഉടുക്കും ചെയ്യും. പിന്നെ എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പൊട്ടത്തരാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുഖവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ടൈമാണ് ഇപ്പം. ഇപ്പോഴല്ലേ ഓരെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓളെ കല്യാണം കഴിച്ചു വിടും. പിന്നെ ഓള് വേറൊരു വീട്ടിലാവും താമസം. നമ്മളൊക്കെ ഇപ്പം അങ്ങനെയല്ലല്ലേ, നമ്മളെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലല്ലേ പോവുള്ളൂ, എപ്പോഴെങ്കിലൊക്കെ പോകും നിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു കുടുംബമായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാനും നിൽക്കാനും ഒന്നും പറ്റൂല. അപ്പോൾ നമ്മളടുത്ത് ഒരുണ്ടാകുമ്പം
എത്രത്തോളം നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം കെയർ ചെയ്യുക. അപ്പോൾ അവർ വേറെ വീട്ടിലൊക്കെ താമസം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ അമ്മച്ചിനെ എങ്ങനെ നോക്കിനേലോ എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ അല്ലേ, അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്തായാലും ചിഞ്ചുമോൾക്കുള്ള ചോറായി. അതേപോലെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഒന്നും കൂട്ടാണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ എന്താണെന്ന് ചോറിന് കറി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ കറൂത്ത് തന്നെയാണ് കേട്ടോ. കറൂത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടേനി. പക്ഷേ കറൂത്ത എന്ന് പറഞ്ഞാൽ അറിയില്ലേക്കാരം, അതുകൊണ്ടാണ് കേട്ടോ. പപ്പായ എന്നാണ് ചില ആൾക്കാരൊക്കെ പറയല്ലേ. അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മരത്തുമെന്ന് പറിച്ചതേനി കേട്ടോ. അപ്പോൾ ഒന്ന് ബാക്കി ഉണ്ടേനി. പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാടിയിട്ട് കേടുവരും. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. പിന്നെ മുരിങ്ങയാണെങ്കിലും പപ്പായ ആണെങ്കിലും ഒക്കെ അല്ലേ, ഇതൊക്കെ ഒരു വീട്ടുമുറ്റത്ത് ഉണ്ടാവണത് നല്ലതാണ്. എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്ത് കറി വെക്കാം, ഉപ്പേരി ഉണ്ടാക്കുക ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് ഇതുകൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പീലറൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളത്തെ കുരും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിന് കാന്താരി മുളകാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു പപ്പായും പിന്നെ അതേപോലെ കാന്താരി മുളക് നമ്മൾ എടുത്തിനല്ലോ, അത് ഞാനൊന്ന് കുത്തി ചതച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കീറാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവൊന്നും എല്ലായിടത്തും എത്തൂല. അപ്പോൾ ഞാനൊന്ന് കുത്തി ചതച്ചിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കീറിയിടാനൊന്നും ഇല്ല കേട്ടോ, ചെറിയ കുഞ്ഞു കാന്താരി മുളകാണത്. എരിവ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാനത് പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാക്കാം. അപ്പോൾ ഈ 2 വിസിലടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് മീനുണ്ട് കേട്ടോ ഇന്നലത്തെ ബാക്കി. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു മുളക് കറി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒഴിച്ചുകറിയായിട്ട് നമ്മളെ പപ്പായക്കറി ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് കുറഞ്ഞ ഗ്രേവിയിൽ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടില്ലേനി. അപ്പോൾ അപ്പം അതേപോലെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് ആദ്യം. അപ്പോൾ നമ്മൾ ഈ ഒരു ചീയപ്പം അതേപോലെ ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെ, ഇനിയിപ്പോൾ പാൽ ചായ ഉണ്ടെങ്കിൽ പാൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിലും ഇത് ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ പേദൽ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടേനല്ലോ, അതിൻ്റെ ബാക്കി കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടില്ലേനോ. അപ്പോൾ അത് തണുപ്പൊക്കെ വിടാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിനി. എന്നിട്ട് കഴുകിയിട്ട് ഇതാ പിന്നെ വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തക്കാളി അതേപോലെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേനും അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ 2-3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മണ്ണിൻ്റെ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണിൻ്റെ ചട്ടി നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ വെറും നിലത്ത് വെക്കരുത് കേട്ടോ. അതിൻ്റെ അടിയിലൊരു ചെരുവേ എന്തെങ്കിലുമൊക്കെ ഒരു വട്ടം പോലെയുള്ള റിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, അതോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ചട്ടിക്ക് തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കൈ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇതൊക്കെ കൂടെ നല്ല രീതിയിലൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ. ആ തക്കാളിൻ്റെ നീരൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മളിത് വാട്ടിയിട്ടൊന്നല്ല വെക്കണത്. ഇതേപോലെ പച്ചക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലോണം കൈ വെച്ചിട്ട് ഞെരട്ടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുരുല്ലാത്ത പുളിയാണ് എടുത്തിനത്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടേനി. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇതാ അതിൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില പുളിയിൽ പിന്നെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു തൊലിയും കാര്യങ്ങളുണ്ടാവും, അതേപോലെ കുരുവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യട്ടോ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുരുല്ലാത്ത പുളിയേനി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പേതൽ മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചു ഇതേപോലെ കറി ഉണ്ടാക്കട്ടോ. ഇനിയിപ്പോൾ മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും കഷ്ണമീനാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ആവണം, എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവണം. അങ്ങനെയല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുപ്പിൽ നല്ലോണം തീയൊക്കെ ഉണ്ടേനി. ഞാൻ അണച്ചൂട്ടി വെച്ചിട്ടുണ്ടേനി കേട്ടോ. തീ അണച്ചൂട്ടി വെക്കുക എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ അതൊന്ന് കത്തി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പപ്പായക്കറി ഉണ്ടല്ലോ, പപ്പായക്കറിയും വെന്തിട്ടുണ്ടേനി കേട്ടോ. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ അരച്ചതല്ല, തേങ്ങ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ്. നമ്മൾ ഇതിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറും കാന്താരി മുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാന്താരി മുളകും ഉപ്പും. അപ്പോൾ ഇതാ അത് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, പൊട്ടിച്ചെടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടില്ല. പിന്നെ അതാ നമ്മളെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഇതാ ഗ്യാസുമ്മ കൂടെയൊക്കെ തെറിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടോ. കറി ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ അതേപോലെ നമ്മളെ മീൻ കറിയും വെന്തിട്ടുണ്ടേനും അതും അടുപ്പത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ചോറിനുള്ള കൂട്ടാൻ ഈ ഒരു മീൻ വറ്റിച്ചതും പിന്നെ അതേപോലെ ഈ പപ്പായ കറിയാണ് കേട്ടോ. ഇനി നമുക്ക് ക്ലീനിങ്ങിന് നിൽക്കാം. അപ്പോൾ ഇന്ന് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അകം അടിച്ചു വാരണം, തുടക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചിഞ്ചുമോളെ ഭാഗം ഒന്ന് അടിച്ചു വാരിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിന് കേട്ടോ. കട്ടിലിൻ്റെ ചോടും അവിടെ ഇവിടെ മുക്കും മൂലയൊക്കെ അടിച്ചു വാരാണ്ടേന്. അപ്പോൾ ഞാൻ തന്നെ ഒന്നും കൂടെ നല്ല രീതിയിൽ അടിച്ചു വാരി തുടച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ഫുഡ് കഴിക്കാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ബാബു പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ നമ്മളെ പപ്പായക്കറി മീൻ വറ്റിച്ചതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ടായിനി കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി അറിയുമ്പോൾ നിങ്ങൾ എന്തായാലും വിചാരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും. അപ്പോൾ നമ്മളെ കറിയൊക്കെ ചില കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയൊക്കെ കാണിക്കുന്നത്. പിന്നെന്താ, കുട്ടികൾ സ്കൂളിട്ട് വന്നപ്പോൾ ഒന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ ബാബു ഹലുവ കൊണ്ടുവന്നിട്ടുണ്ടേനി. നമ്മളവിടെ നിലമ്പൂർ പാട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ പാട്ടിന് പോയിട്ടുണ്ടേനി ബാബുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇന്നലെ. അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഹലുവ. അപ്പോൾ ഞാൻ അതിനൊരു പീസ് എടുത്തിട്ട് കുട്ടികൾ വരുമ്പോൾ ചായക്ക് കടിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പീസ് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് ഇതാ ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഹലുവ. എൻ്റെ ഉപ്പാക്കും അതേപോലെ തന്നെ നല്ല ഇഷ്ടമാണ്. ഉപ്പ ഹലുവ കൊണ്ടുവരുമ്പോൾ വലിയ ഹലുവൻ്റെ പീസാട്ടോ കൊണ്ടുവരിക. എന്നിട്ട് ഉപ്പക്ക് ഒറ്റയ്ക്ക് വലിയൊരു പീസാക്കിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് കൊടുക്കും. ഇപ്പോൾ പറയും ഇതേപോലെ ചെറിയ കഷ്ണമാക്കണ്ട, എന്തായാലും വായിലിട്ട് കടിച്ച് തിന്നാലതല്ലേ പറയും. അപ്പോൾ അത് കണ്ടപ്പോൾ ഉപ്പാന് ഓർമ്മ വന്നതാണ് കേട്ടോ. പാവലേപ്പല്ലല്ലോ, ജീവിച്ചിരിപ്പില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മക്കൾ സ്കൂളിട്ട് വന്ന് ഓരോ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുതാനുള്ളതൊക്കെ എഴുതി വെച്ച് വേഗം ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ നിലമ്പൂർ പാട്ടിനാണ് കേട്ടോ പോണത്. പെട്ടെന്നുണ്ടായൊരു പോക്കാണ്. പിന്നെ ബാബുവിൻ്റെ ഫ്രണ്ടും കുട്ടിയൊക്കെ ഉണ്ടേനി. അപ്പോൾ ഓര് വിളിച്ചപ്പം ഓരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ ഞങ്ങളും. അങ്ങനെ പിന്നെ നിലമ്പൂർ പാട്ടിൽ എത്തി. നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും അറിയില്ല. കാരണം നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയും. ഇതിങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ഉത്സവം പോലെയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഈ കാർണിവലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിക്കണ്. അപ്പോൾ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഊഞ്ഞാൽ, അതേപോലെ മരണക്കിണർ, പിന്നെ ഈ തോണി, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിയും അതേപോലെ റിച്ചുമോനും ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും ഈ ഒരു ഇതിനെന്താ പറയുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിലാണ് കേട്ടോ ഒരു പിന്നെ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. വലിയ ആൾക്കാർ ഞങ്ങൾ ആരുമില്ല. പിന്നെ ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനോട് പറഞ്ഞു ഈ കയറിക്കോന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് കയറാൻ താല്പര്യമില്ല പറഞ്ഞു. എനിക്കും താല്പര്യമില്ല കേട്ടോ. എനിക്കിതിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും പറ്റൂല. എനിക്ക് ഛർദ്ദിക്കാൻ വരെ, തലവേദന എടുക്കേ, തല കറങ്ങേ, എന്തൊക്കെയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഉള്ള എനർജി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയിട്ടില്ല. അതേപോലെ ചിഞ്ചുനും മഞ്ജുനും അത്രക്കും ഇല്ല കേട്ടോ ആഗ്രഹമല്ല ഇങ്ങനത്തിലൊന്നും കയറാൻ. എന്നാൽ ഐഫക്കുട്ടിക്കും റിച്ചുനാണെങ്കിലോ ഇങ്ങനത്തിലൊക്കെ കയറും വേണം. അപ്പോൾ ഒരു അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചെറിയ കുട്ടികളല്ലേ ഒറ്റയ്ക്ക് കയറ്റിയപ്പം. അപ്പോൾ അയാൾ പറഞ്ഞ് ഒരു പേടിക്കണ്ട, അതിലിട്ട് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യും, അപ്പോൾ പുറത്തേക്ക് വരികയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. പിന്നെ ഓരും പറഞ്ഞു ഞങ്ങൾ മുറുക്കി പിടിച്ചിരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ അതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കണുണ്ട് തന്നെ ഉള്ളൂ കേട്ടോ. ഭയങ്കര പേടിയുണ്ട് മനസ്സിൽ. എന്തായാലും നമ്മൾ ഐഫക്കുട്ടിനെയും റിച്ചുവിനെയും ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊക്കെ ഞാൻ സമ്മതിച്ചിട്ടോ. അവർക്ക് ഒരു കുഴപ്പമില്ല, നല്ല കൂളായിട്ടായിരുന്നു ഇറങ്ങിപ്പോന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തോണി ഉണ്ട് കേട്ടോ. തോണിയിലാവുമ്പോൾ മെല്ലെ ആട്ടുള്ളൂ. അപ്പോൾ ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഓളും കയറുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും അതിൽ കയറിയിട്ടുണ്ട്. അതേപോലെ ഐഫക്കുട്ടിയും റിച്ചും ഉണ്ട്. പിന്നെ ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളെ
പിന്നെ ചിഞ്ചുമോളും മഞ്ചുമോളും ഇല്ല കേട്ടോ. നമ്മൾ കരുളായിലൊരു കാർണിവൽ ഉണ്ടായിരുന്നല്ലോ, അന്ന് യന്ത്രോഞ്ഞാലിൽ കയറിയിട്ട് ആകെ പേടിച്ചിരിക്കണം കേട്ടോ. അന്ന് ഭയങ്കര ഛർദിയൊക്കെ ഇനി. അപ്പോൾ ഞാൻ കുറേ വിളിച്ചു കേട്ടോ, പോരും മറ്റയാളെന്നൊക്കെ പറഞ്ഞ് കുറേ വിളിച്ചു. പക്ഷേ ഇല്ല, ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ഒരു രണ്ടാളും താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. എനിക്കും നല്ലൊരു കോൺഫിഡൻ്റ് ഒന്നും ഇല്ല ഞാനും ശരിക്കും ഇതിലിരിക്കും എന്നുള്ള. ഛർദിക്കോ എന്തൊക്കെയോ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പിന്നെ സലാത്തൊക്കെ ചൊല്ലിയിരുന്നു. അപ്പോൾ ചിഞ്ചുമോളും മഞ്ചുമോളും അതാ അവിടെ നിന്ന് ടാറ്റ കാട്ടി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിതിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പം ചെറുന്നനെ ആട്ടണുള്ളതിന് കേട്ടോ. അപ്പോഴൊന്നും കുഴപ്പമില്ലേനി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹൈറ്റിൽ, കുറച്ച് കൂടുതൽ ഹൈറ്റിൽ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം എന്തൊക്കെയോ പോലെ കേട്ടോ, വയറിൻ്റെ ഉള്ളിൽ കൂടെ തലൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തല ചുറ്റണയൊക്കെ പോലെ തോന്നി. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴൊന്നും പുറത്ത് പോകുന്ന ആൾക്കാരല്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ, ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഓരോ കൂടെ അങ്ങനെ പോവും. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ എപ്പോഴും നമ്മൾ പുറത്ത് പോകലൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് ഇറങ്ങിപ്പോന്നു. ഞാൻ വിചാരിച്ചിനി ഇന്നെന്തിനും പറ്റൂല പിന്നെയെന്നൊക്കെ. അപ്പോൾ എന്തായാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഇനിയും പിന്നെ അതാ ഇവിടെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചിഞ്ചുമോൾക്ക് പൊട്ടറ്റോ ചിപ്സ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മോമോസ് ഉണ്ടേനും, അപ്പോൾ അത് കഴിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് നേരമൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോന്ന് കണ്ടു. പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് എന്തോ ഒരു സാധനം വാങ്ങിച്ചു. അതേപോലെ എന്തോ ഒരു സാധനമല്ല, ഒരു സ്ലേറ്റ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ വേറെ അധികം ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് കാര്യമായിട്ട് ഇതിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങണം, എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം, അത് കഴിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ കുട്ടികൾക്ക്. അല്ലാതെ എല്ലാത്തിലും കയറണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ അതാ കുറച്ച് ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടേനും. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് ഒരു ഹെയർ ബാൻഡൊക്കെ വാങ്ങി. പിന്നെന്താ, പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെയ്താനിലാണ് കേട്ടോ കയറിയത്, ചന്തക്കുന്നുള്ള. അപ്പോൾ നിലമ്പൂരിൽ നിന്നൊക്കെ പോന്നു. ഇപ്പോൾ ചന്തക്കുന്നുമ്മലെത്തി. ചന്തക്കുന്ന് റെയ്താനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ മന്തിയും അൽഫാമുമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളധികം കിച്ചണിലുള്ള കാര്യങ്ങളല്ലേ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തലുള്ളൂ. പിന്നെ പുറത്തേക്ക് പോണതും പുറത്തുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കലില്ലല്ലോ. അധികം പുറത്ത് പോകലില്ല, അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇതേപോലെയുള്ള പോക്കുള്ളൂ. അതെപ്പോഴേലൊക്കെ ഞാൻ ഇതേപോലെ ചെറിയൊരു ഭാഗമൊക്കെ ആയിട്ട് കാണിക്കലുണ്ട്. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മന്തിയും അൽഫാമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ മക്കൾക്കൊക്കെ വിളമ്പിക്കൊടുത്ത് ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഈ റെയ്താനത്തെ അൽഫാമും മന്തിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പാഴ്സലായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ഒന്ന് ഇവിടെ ഇരുന്ന എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിച്ചപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ അടിപൊളിയാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ടേനി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.